റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ആധുനിക ഋഷി എന്നറിയപ്പെട്ടതാര്? മഹാദേവ് ഗോവിന്ദ റാനഡെ. ആധുനിക ഋഷി എന്നറിയപ്പെട്ടതാര്? മഹാദേവ് ഗോവിന്ദ റാനഡെ. ആനി ബസന്റ് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച വർഷം 1893. ആനി ബസന്റ് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച വർഷം 1893. ദയാനന്ദ സരസ്വതിയുടെ ശരിയായ പേര് മൂൽ ശങ്കർ. ദയാനന്ദ സരസ്വതിയുടെ ശരിയായ പേര് മൂൽ ശങ്കർ. അരവിന്ദോ ആശ്രമം എവിടെ സ്ഥിതി ചെയ്യുന്നു? പുതുച്ചേരി. അരവിന്ദോ ആശ്രമം എവിടെ സ്ഥിതി ചെയ്യുന്നു? പുതുച്ചേരി. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ശ്രീ കൃഷ്ണൻ നായർ. ശ്രീ കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. വൈറസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം വിഷം. വൈറസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം വിഷം. പായലുകൾ ഏത് വിഭാഗത്തിലെ സൂക്ഷ്മജീവികളാണ്? ആൽഗ. പായലുകൾ ഏത് വിഭാഗത്തിലെ സൂക്ഷ്മജീവികളാണ്? ആൽഗ. കോശമർമ്മമുള്ള ഏകകോശ ജീവികൾക്ക് ഉദാഹരണമേത്? പ്രോട്ടോസോവ. കോശമർമ്മമുള്ള ഏകകോശ ജീവികൾക്ക് ഉദാഹരണമേത്? പ്രോട്ടോസോവ. മാർത്താണ്ഡവർമ്മയുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? രാമയ്യൻ ദളവ. സ്വാതി തിരുനാളിൻ്റെ സദസ്സ് അലങ്കരിച്ചിരുന്ന കവി ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിൻ്റെ സദസ്സ് അലങ്കരിച്ചിരുന്ന കവിയാണ് ഇരയിമ്മൻ തമ്പി. ഭിത്തർകനിക വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി മുതല. ഭിത്തർകനിക വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് മുതല. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കർ. ഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നതെവിടെ? മേഘാലയ. ഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? മേഘാലയ. ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള നദി? ആമസോൺ. ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള നദിയാണ് ആമസോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത്? ഹൈഡ്രജൻ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഹൈഡ്രോസയാനിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോസയാനിക് ആസിഡ്. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പുംബീജം. പ്രായമാവുമ്പോൾ വലുതാവുന്ന ശരീരത്തിലെ ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. പ്രായമാവുമ്പോൾ വലുതാവുന്ന ശരീരത്തിലെ ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം മാംഗനീസ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം മാംഗനീസ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.